ഈ ചർച്ചയിൽ ഈ ഗവർണറുടെ ആവശ്യം എന്താണ് ആ ഗവർണർ അവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രസക്തി? അദ്ദേഹമായിരുന്നു ഈ ചർച്ചയുടെ മധ്യസ്ഥൻ. അതുകൊണ്ടാണോ നിർമ്മലാ സീതാരാമൻ അവരുടെ ഓഫീസിൽ നിന്ന് കേരള ഹൗസിലേക്ക് വന്നത്? എങ്കിൽ ഇതെന്ത് തരം രാഷ്ട്രീയമാണ്? സാധാരണ ഒരു മുഖ്യമന്ത്രി ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക, അവരവിടെ പോയി കാണും. അതാണ് സാധാരണയായി നടക്കുക. ഞാൻ വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തേക്ക് വരുന്നു, അവിടെ ആ സംസ്ഥാനത്ത് ഗവർണർ അതിൻ്റെ കൂടെ ഇരിക്കുന്നു. സാധാരണ ഗവർണർമാർ അത്തരം മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല. അപ്പം ഇവിടെ ഇടനിലക്കാരനായിട്ടാണോ അർലേക്കർ പ്രവർത്തിച്ചത്? എങ്കിൽ അത് എന്ത് തരം രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്? അതായത് BJP ഭരിക്കുന്ന ഒരു സർക്കാർ, RSSകാരനായ ഒരു ഗവർണർ, BJPക്കാരിയായ കേന്ദ്രമന്ത്രി, CPMകാരനായ മുഖ്യമന്ത്രി, ഇവർ തമ്മിലൊരു ചർച്ച നടത്താൻ ഈ ഗവർണറുടെ മധ്യസ്ഥത വേണമെന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? രണ്ടാമത്തെ കാര്യം, ഈ ആശാവർക്കർമാരുടെ പ്രശ്നം ധനകാര്യമന്ത്രിയോട് പറയേണ്ടതില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാൻ പറഞ്ഞ്, അതായത് ഇത് ഞാൻ പറഞ്ഞിട്ട് ഇവരെങ്ങാനും പ്രശ്നം പരിഹരിച്ചാൽ അത് സമരത്തിൻ്റെ വിജയമാണ്. അതായത് CITUവിൽ അണിചേർന്നിട്ടുള്ള ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരമാവുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് പറഞ്ഞ് അതിലെങ്ങാനും ഒരു പരിഹാരമുണ്ടായാൽ അത് ഈ സമരത്തിൻ്റെ വിജയമായി മാറുമോ എന്നുള്ള വളരെ പെറ്റി ഈഗോ ആണ് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ നയിക്കുന്നതെന്ന് പറയേണ്ടി വരും. അത് പറയാത്തതിന് കാരണം അതാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല? കാരണം ഇത്രയും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണത്. കേരളത്തെ സംബന്ധിച്ചും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമരം നടക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. തൊഴിലാളി സമരം നടക്കുന്നത്. അവരെ തൊഴിലാളികളാണ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ വിഷയം ഉന്നയിക്കുന്നില്ല എങ്കിൽ പിണറായി വിജയൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയം ഏതാണെന്നൊരു ചോദ്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടുക, ഇത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാം. അത് കേന്ദ്രത്തിന് മാത്രമൊന്നുമല്ല, ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാം. ഇവരാവശ്യപ്പെടുന്ന 21,000 രൂപയിലേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എന്താണ്, കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക ഞെരുക്കലിനിടയിൽ അത് താങ്ങാനുള്ള ശേഷിയുണ്ടോ ഇല്ലെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സംശയം, ഈ ഒരു മടി, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള വൈമനസ്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരുകളെ ജീവനക്കാരെ പോലെ അത്ര ശമ്പളം കിട്ടുന്ന ആളുകളല്ലോ ആശമാർ. അവരുടെ ശമ്പള വർധനയുടെ കാര്യത്തിൽ ആ കമ്മീഷൻ്റെ ശുപാർശ അംഗീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് ഒരു പ്രശ്നമില്ല. 2021 വർഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം മുഴുവൻ സാമ്പത്തിക രംഗവും താറുമാറായി നിൽക്കുന്ന സമയം, സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് പോലും ആ ശമ്പള വർധന അംഗീകരിക്കാൻ ഒരു അനിതര സാധാരണമായ അവസരം എന്ന അർത്ഥത്തിൽ ഈ കുറി അത് നീട്ടിവെക്കുകയാണെന്ന് പോലും പ്രഖ്യാപിക്കാൻ തോന്നിയില്ല. എന്തുകൊണ്ടാണ്? കാരണം 2021 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ 27,000 ആളുകളെ ആശാ വർക്കർമാരുള്ളൂ. എന്നാൽ ഇവരുടെ ഓണറേറിയം കുറച്ച് വർദ്ധിപ്പിച്ച് കളയാം. ആ 27,000 പേർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ തങ്ങൾക്ക് കൂടുതൽ പിന്തുണ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പോലും ഈ സർക്കാർ ചിന്തിക്കുന്നില്ല. കാരണം ഇവർ ദുർബലരായ തൊഴിലാളി വിഭാഗമാണ്, അസംഘടിതരാണ്. അർത്ഥത്തിൽ അസംഘടിതരാണ്. അവർക്ക് സംഘടനകളുണ്ട്, യൂണിയനുണ്ട്, പക്ഷേ അവർ തൊഴിലാളികളല്ല. അവർക്ക് അവരുടെ ലേബർ റൈറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല. അവരെ തൊഴിലാളികളായി ഭരണകൂടം അംഗീകരിക്കുന്നില്ല. എന്നിരിക്കെ ഇവർക്ക് കുറച്ച് കൂട്ടിക്കൊടുത്താൽ, കുറച്ച് വിഷമം സഹിച്ചാലും കൂട്ടിക്കൊടുത്താൽ അതുകൊണ്ട് തങ്ങൾക്ക് വലിയ ഇലക്ട്രൽ ബെനിഫിറ്റ് ഇല്ല എന്നായിരിക്കുമോ പിണറായി വിജയൻ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ള സംശയമാണ്. മറ്റൊരു കാര്യം, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈഗോയാണ്. ഇവരുടെ സമരത്തെ അഡ്രസ്സ് ചെയ്യുക, അവരെ വിളിച്ചിട്ട്, അവരെ സമരസമിതി നേതാക്കൾ വിളിച്ചിട്ട് പറയുക, സംസ്ഥാനം അതിഗുരുതരമായ പ്രശ്നങ്ങളിൽ കടന്നു പോവുകയാണ്, കേന്ദ്രം ഞങ്ങളെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ സഹായിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പമുള്ള തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കണം. കുറഞ്ഞ പക്ഷം 3ാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഈ സമരം അവസാനിക്കും. അതുപോലും പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? തങ്ങളല്ലാത്ത മറ്റാരും സമരം ചെയ്യാൻ പാടില്ല. ആ സമരങ്ങളെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. ആ സമരങ്ങളെല്ലാം കരിങ്കാലികളുടേതാണ്. ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ മാത്രമേ സമരമാവുകയുള്ളൂ എന്ന ഒരൊറ്റ ദുർവാശിയും കടും പിടുത്തവും ശാഠ്യവും ഈഗോയും മാത്രമാണ്. അല്ലാതെ നമ്മളിതെല്ലാം, കേന്ദ്രത്തിൻ്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്, കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിൽ കൂടുതൽ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത് ഈ ഒരു പ്രശ്നമാണ്. ഇങ്ങനൊരു ഈഗോ ഒരു ഭരണാധികാരിക്കോ ഒരു ഭരിക്കുന്ന പാർട്ടിക്കോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്.